മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാരണങ്ങളാൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നമ്മുടെ സമുദായത്തിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ചെറുതൊന്നുമല്ലല്ലോ. അത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്ത ഇവർ രണ്ടുപേരിൽ ആരാണ് മഹാനെന്ന് മഹാനവരോട് ചോദിക്കുമ്പോ അവര് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. വല്ലാഹി വല്ലാഹി ലഹുവാറുല്ലദീ ദഖലം ഫി ഫർസി മുആവിയ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ മിൻ മിഅത്തി വാഹിദി മിസ്ർ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാണോ പവർ കൂടുതൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ലോകത്തിലെ 5ാം ഖലീഫ എന്നറിയപ്പെട്ട മഹാൻ കാണോ എന്ന് ഈ മഹാനോട് വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മുആവിയ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോകുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാകുന്ന മുആവിയ തങ്ങള് ഒരു വാഹനത്തിലൂടെ സഞ്ചരിക്കുകയാണ്, ഒരു കുതിരയിലൂടെ. ആ കുതിരയുടെ മൂക്കിനകത്തുള്ള പൊടിയുണ്ടല്ലോ, മുആവിയ തങ്ങളല്ല, മുആവിയ തങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളല്ല, രോമങ്ങളല്ല. എന്തിന്? മുആവിയ തങ്ങളുടെ മൂക്കിനകത്തുള്ള പൊടിയല്ല, മുആവിയ തങ്ങൾ സഞ്ചരിച്ച മൃഗത്തിന്റെ മൂക്കിനകത്തുള്ള പൊടിക്ക് പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലെയുള്ള ഒരാളല്ല, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലെയുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ വന്നാലും മുആവിയയുടെ സഞ്ചരിച്ച വാഹനത്തിൽ മൂക്കിനകത്തുള്ള പൊടിക്ക് സമാനമാവില്ലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മതം പഠിച്ച് അവിടുത്തെ ദീന് പ്രചരിപ്പിക്കുന്ന ഇമാമിയങ്ങൾ വളരെ വ്യക്തമായി ഇത് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും കാണുമ്പോഴേക്കും നമുക്ക് മുൻകഴിഞ്ഞു പോയ മുൻഗാമികൾ കാണിച്ചു തന്ന ഒരു മാതൃകയിൽ നിന്നും നമ്മൾ വിട്ടുപിരിഞ്ഞു പോകരുത്. അതിൽ ഒന്നിൽ പോലും നമുക്ക് സംശയമുണ്ടാവരുത്. സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് അതതുപോലെ ഒഴിവാക്കാമെന്നല്ലാതെ, സംശയങ്ങൾ ഉണ്ടാകുമെങ്കിൽ ചോദിച്ച് പഠിക്കാമെന്നല്ലാതെ, ഇനി സംശയങ്ങൾ നമ്മളെ വഴിതെറ്റിക്കുമെങ്കിൽ അങ്ങനെയുള്ളത് കാണാതിരിക്കണമെന്നല്ലാതെ നമ്മുടെ മനസ്സിൽ സംശയം കൊണ്ട് നടക്കരുത്. അത് നമ്മളുടെ ആഖിബത്ത് മോശമായി മരിക്കാൻ കാരണമാണ്. അല്ലാഹു നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ.